എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർ കുറേ നാളായിട്ട് ചോദിക്കുന്ന വീഡിയോ ആണ്. അതായത് നമ്മുടെ പുതിയ വണ്ടിയുടെ ലോങ് ടേം യൂസർ റിവ്യൂ. നമുക്കറിയാം ഈ വണ്ടി എടുത്തിട്ട് ഏതാണ്ട് 2.5 മാസത്തോളമായി. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്യാത്തതിന് കാര്യം എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്ര നാളും വെയിറ്റ് ചെയ്തത്. അപ്പം ഇന്ന് നമ്മുടെ വണ്ടിയുടെ പ്രോസ് ആൻഡ് കോൺസ് ആണ് മെയിനായിട്ട് പറയുന്നത്, പ്ലസ് ലോങ് ടേം റിവ്യൂ. അപ്പം നമുക്ക് വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണാം. അപ്പം നമ്മുടെ വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് XV പ്രീമിയം ടർബോ പെട്രോൾ ആണ്, അതായത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇതിൻ്റെ CVT വേരിയൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഓടിക്കാൻ സൗകര്യം മാനുവലാണ്, നമ്മളത് ശീലിച്ചുകൊണ്ട് പിന്നെ മാനുവൽ തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെ വണ്ടിയുടെ ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് LED വിത്ത് DRL വരുന്ന ലാമ്പാണ്. രാത്രിയിലാണെങ്കിൽ നല്ല പ്രകാശമാണ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ബ്രൈറ്റ് ഇടേണ്ട ആവശ്യം പോലും ഇല്ല. ഡിമ്മിൽ ഇട്ട് ഓടിച്ചാൽ തന്നെ റോഡ് നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ആകർഷിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ ഗ്രില്ല് തന്നെയാണ്. അത് ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഈ ഗ്രില്ല് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിസാൻ്റെ അപ്ഡേറ്റഡ് എംബ്ലോം, അതായത് ഒരു ഗ്രേ നിറത്തിലുള്ള എംബ്ലോം കൂടെ ആകുമ്പോഴത്തേക്കിന് സംഭവം ഉഷാറായി. ഈ കാണുന്നതാണ് വണ്ടിയുടെ DRL. ഒരു L ഷേപ്പിലാണ് DRL ഉള്ളത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഫോഗ് ലാമ്പ് കാണുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത്. ഇത് 1 ലിറ്റർ ടെർബോ പെട്രോൾ എൻജിനാണ്. ഇതിൻ്റെ ന്യൂട്രൽ മീറ്റർ ടോർക്ക് കണക്ഷൻ ഞാൻ പോകുന്നില്ല. എന്തായാലും 100 bhp ഹോഴ്സ് പവർ തരുന്നൊരു എൻജിനാണ്. അപ്പോൾ ഫ്രണ്ട് വശം എത്രയേ ഉള്ളൂ. നമുക്കിനി വണ്ടിയുടെ പുറയിലേക്ക് പോകാം. വണ്ടിയുടെ ടെയിൽ ലാമ്പാണിത്. അതിമനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് LED അല്ല, ബൾബാണ്. എന്നിരുന്നാൽ പോലും അത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് ചെയ്തേക്കുന്നത്. കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ടർബോ എന്ന് എഴുതി കാണാം. ഇത് XV പ്രീമിയം ടർബോ പെട്രോളാണ്, മാനുവൽ ട്രാൻസ്മിഷൻ. പിന്നെ ബാക്കിൽ ഒരു ക്രോം ഗാർണിഷ് വരുന്നുണ്ട്. ഇത് നമ്മൾ അഡീഷണൽ ആക്സസറി ആയിട്ട് ജെന്യൂൻ ആക്സസറി ആയിട്ട് ചെയ്തതാണ്. അതിൻ്റെ താഴെ മാഗ്നേറ്റ് എന്ന് പറഞ്ഞ വലുതായിട്ട് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. തൊട്ട് മുകളിൽ നമ്മുടെ നിസാൻ്റെ അപ്ഡേറ്റഡ് ലോഗോയും കാണിക്കാം. ഒരു ചെറിയ വൈപ്പറും ഉണ്ടാവും. ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡീഫോക്കർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഗൊന്നും അധികം അടിക്കത്തില്ല. പിന്നെ ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു സ്പോയിലർ വരാം. ഇതും നമ്മൾ വെച്ചതല്ല, കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതും കൂടെ വരുന്നുണ്ട്. വണ്ടിയുടെ ബാക്കിൽ ഒരു സ്പോർട്ടി ലുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഏതാണ്ട് 334 ലിറ്റർ അടുപ്പിച്ചാണ് വരുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അത് ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൂട്ട് സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു പാർസൽ ട്രെയിൻ കാണാം. ഇത് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്. ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഡിക്കിയുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാമ്പ് കാണാം. ഇത് അവരുടെ മാറ്റാണ്, PVC മാറ്റാണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവർ ഒരു
വൂളൻ ക്ലോത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെയും താഴെയാണ് സ്പെയർ വീൽ ഇരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ് ആണ്, പക്ഷെ സ്പെയർ ടയർ കൊടുത്തേക്കുന്നത് നോർമൽ സ്റ്റീൽ വീൽസ് ആണ്. പിന്നെ അതിൻ്റെ ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ അകത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇത്രയാണ് വണ്ടിയുടെ ബാക്കിലുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാം. ഇനി ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോം ഗാർണിഷുള്ള ഡോർ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ പവർ ബട്ടൺസ് ആണ് വരുന്നത്, പവർ വിൻഡോ ആണ് വരുന്നത്. ഇത് ഫ്രണ്ടിലത്തെ നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ളത് ഓട്ടോമാറ്റിക് ആണ്. അത് ഫുൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പണും ക്ലോസും ആകും. ബാക്കിയെല്ലാം പവർ വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ വിൻഡോ ലോക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതും ബട്ടണാണ്. ഇവിടെ ചെറിയൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് വ്യൂ മിറർ ഫോൾഡ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൾഡ് ആവും, അത് അൺപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുകയും ചെയ്യും. ഇപ്പുറത്തെ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ലെഫ്റ്റും റൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ആരോ വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പം നമുക്ക് സൈഡിലേക്ക് ആക്കുകയോ മുകളിലോട്ടോ താഴോട്ടോ ആക്കുകയോ ഒക്കെ ചെയ്യാം ഈ ഒരു ഇത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു 1 ലിറ്റർ ബോട്ടിലും വെക്കാം, പിന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ സ്പീക്കർ. നമ്മൾ വണ്ടിക്കകത്ത് ടെക് പാക്ക് ആയിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കൂടെ വരുന്ന സ്പീക്കറാണ്. നമ്മൾ വണ്ടിക്കകത്ത് ടെക് പാക്ക് അഡീഷണൽ ആയിട്ട് 40,000 റുപ്പീസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു സെറ്റ് ഓഫ് ഡിവൈസ് തരും. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് JBLന്റെ പ്രീമിയം സ്പീക്കേഴ്സാണ്. നമ്മളപ്പോൾ അത് എടുത്തിട്ടില്ല. ഇതിപ്പം സാധാ സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. എന്നിരുന്നാൽ തന്നെ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടൊക്കെ ഉള്ള ഒരു സ്പീക്കറാണ് ഇത്. വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഡാഷ്ബോർഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ഈ പ്രത്യേക ഷേപ്പിലുള്ള എയർ വെൻസ് ആണ്. ഇത് പറയപ്പെടുന്ന ഏതാണ്ട് നമ്മുടെ ലംബോർഗിനി വണ്ടിയുടെ ഉള്ളിലുള്ള എയർ വെൻസിന് സമാനമായുള്ളൊരു ഡിസൈനാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതിൽ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും രണ്ടാമത്തേത് നമ്മുടെ സ്റ്റിയറിങ്ങിലുമാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു ഇന്റീരിയർ. അടുത്തത് വണ്ടിയുടെ ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കാണാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫയൽസ് ആണെങ്കിൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും വേറെ ബാക്കി അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അതിനകത്ത് നൽകിയിട്ടുണ്ട് കമ്പനി. ഈ ഫ്രണ്ട് പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ സൈഡിൽ കണ്ട പോലെ തന്നെ ഒരു ക്രോം ഗാർണിഷ് കൊടുത്തുള്ള ഒരു ഡോർ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പവർ വിൻഡോയുടെ ബട്ടണും കാണാം. ഇത് പക്ഷേ ഓട്ടോമാറ്റിക് അല്ല, നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കണം ഇത് ഓപ്പൺ ചെയ്യാനും പൊക്കാനും താക്കാനും. പിന്നെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വെള്ളം വെക്കാം, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്കൊരു മൊബൈൽ ഹോൾഡർ ഉണ്ട് ഇവിടെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക് പാക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളത് എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. തൊട്ട് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഗിയർ. ഞാൻ പറഞ്ഞല്ലോ ഇത് മാനുവൽ വെർഷനാണ്, അതുകൊണ്ട് തന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ CVT ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചാർജിങ് പോർട്ട് കാണാം. ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്, ജെന്യുൻ ആക്സസറീസ് തന്നെയാണ്. അതിൻ്റെ താഴെ ഈ ഒരു പോർഷനിലായിട്ട് കാണുന്ന ഒരു മൊബൈൽ ഹോൾഡർ സ്പേസ് ആണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ടെക് പാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവർ വയർലെസ് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം വയർലെസ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഫോണൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ടെക് പാക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോൺ വെക്കാനുള്ള സ്പേസ് ആയിട്ടാണ്. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ബട്ടൺസ് കാണാം. ഇതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് ഫാൻ സ്പീഡാണ്. നമ്മൾ ഫാൻ്റെ സ്പീഡ് ഇതിനകത്ത് വഴി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ നടുക്കൊരു LCD ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഫാൻ്റെ സ്വിച്ച്. ഇതാണ് AC വരുന്നത്. AC നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഓട്ടോമാറ്റിക് AC ആണ്. ക്ലൈമറ്റ് കൺട്രോൾ അനുസരിച്ച് ആ AC ഓൺ ആകുകയും അതിൻ്റെ താപനില കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് ഡീഫോഗർ ബട്ടൺ. സൈഡിൽ AC ഓൺ ഓഫ് സ്വിച്ച് കാണാം. പിന്നെ എയർ റീസൈക്ലിങ്ങിൻ്റെ സ്വിച്ചും ഇവിടെ കാണാം. ഇങ്ങനെ അറ്റത്താണ് നമ്മുടെ ഡീഫോഗറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. അത് ഇപ്പോൾ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീഫോഗറാണ്. ഇത് സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചറിലേക്ക് കിട്ടും, ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ കാലിലേക്ക് കിട്ടും.
പിന്നെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലും കാലിലും ഒരേ കണക്ക് തന്നെ കൂളിംഗ് കിട്ടുന്ന ഒരു എഫക്റ്റാണ് അവിടെ നിന്ന് തരുന്നത്. പിന്നെ ഇതാണ് ഫ്രണ്ടിലത്തെ ഡീഫോഗറിൻ്റെ സ്വിച്ച് ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഹസാർഡ് ലൈറ്റ് ആണ്. തൊട്ടിപ്പുറത്ത് തന്നെ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഗിയർ നോബ് കാണാം. ഞാൻ പറഞ്ഞത് ഇത് XP പ്രീമിയം മാനുവൽ ഓപ്ഷനാണ്, ടർബോ പെട്രോൾ തന്നെ. അപ്പം അതിൻ്റെ ഗിയർ നോബാണിത്. 5 സ്പീഡാണ്, പ്ലസ് റിവേഴ്സ് വരെ. പിന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ചാർജിങ് പോർട്ട് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ടാണ്. ഞാൻ പിന്നെ ഒരു അവിടെ ജെന്യൂൻ ആക്സസറി ആയിട്ടുള്ള ഡ്യുവൽ പോർട്ട് ചാർജ് ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജർ ആയതുകൊണ്ട് തന്നെ ഫോണൊക്കെ അത്യാവശ്യം സ്പീഡിൽ തന്നെ ചാർജ് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു USB പോർട്ടും കാണാൻ പറ്റും. അത് ഇല്ലുമിനേറ്റഡ് ആണ്, രാത്രിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. അത് കണക്ക് തന്നെ മീഡിയ പ്ലെയറിനകത്ത് മീഡിയ ഫംഗ്ഷനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. ഈ താഴെ ഒരു പോർഷനിലേക്ക് ഒരു സ്പേസ് കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം കീയോ ഫോണോ എന്തെങ്കിലും വെക്കാവുന്ന ഒരു ഡീസൻറ്റ് സ്പേസ് ആണ്. പിന്നെ തൊട്ട് ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡർ കാണാം. കപ്പ് ഹോൾഡറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്കും കാണാം. ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ തന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ബ്ലാക്കിനകത്തൊരു വൈറ്റ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഗിയർ നോബിലും അത് കണക്ക് ബ്ലാക്കിനകത്തൊരു വൈറ്റ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഏറ്റവും പുറകിലായിട്ടൊരു ഹാൻഡ് റെസ്റ്റിംഗ് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പറയുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ഇതിനകത്തൊരു ക്രോം എലമെൻസും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗത്താണ് നമ്മുടെ മ്യൂസിക് കൺട്രോൾസ് എല്ലാം വരുന്നത്. ഇവിടെയാണ് ബാക്കി നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റപ്പും പിന്നെ ബാക്കി വണ്ടിയുടെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് വണ്ടിയുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ രസകരമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു നല്ല അനിമേഷൻ വന്നേക്കും. ഒരു വണ്ടി ഒരു ഇൻസാൻ്റെ ഒരു മാഗ്നേറ്റ് വന്ന് നിൽക്കുന്നതായിട്ടുള്ള ആനിമേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ തന്നെ നടുക്കായിട്ട് നമ്മുടെ സ്പീഡോമീറ്റർ കാണുന്നത് അതൊരു ബ്ലൂ ആനിമേഷനിലാണ് കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് വണ്ടിയുടെ എൻജിൻ ഹീറ്റിംഗ് ആവുന്നുണ്ടോ ഇല്ലയോ അതിൻ്റെ ഒരു മീറ്ററാണ്. റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് വണ്ടിയുടെ കറണ്ട് ഫ്യൂവൽ എത്ര ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ബാക്കി ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഇതിനകത്ത് കാണിക്കും. ഞാൻ എല്ലാം ഒന്നും എനിക്ക് അത്ര പിടിയില്ല. പക്ഷേ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ട്രിപ്പ് മീറ്ററിൻ്റെ റീഡിംഗ് ആണ്. റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ കാണുന്നത് നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏകദേശം 2307 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. 2.5 മാസത്തോളമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓട്ടം വണ്ടിക്ക് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 സൺവൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലും വാനിറ്റി മിറേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡ്രൈവർ സൈഡിൽ സാധാരണ ഇതിൽ നമ്മൾ കാണുന്നില്ല വാനിറ്റി മിറേഴ്സ്, പക്ഷെ ഇവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം, സൈഡിൽ നിന്ന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി. നേരെ വെക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ആയിട്ട് 3 ലൈറ്റ് കാണാം. ഇതിൻ്റെ ലൈറ്റ് സ്വിച്ചുകളാണ് ഇതൊക്കെ. 3 ലൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ലൈറ്റും വേണമെങ്കിൽ ഇതിനകത്ത് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയും ചെയ്യാം. ഈ കാണാനാണ് വണ്ടിയുടെ റിയർ വ്യൂ മിറർ. പക്ഷേ ഇത് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷൻ ഇല്ല. നമുക്ക് മാനുവലായിട്ട് ഇത് രാത്രി ഡിം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വൈപ്പർ കൺട്രോൾസ്. ഇതിലിങ്ങനെ അറ്റത്ത് കാണുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ വൈപ്പർ ഓണും ഓഫാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വണ്ടിയുടെ തന്നെ ഫ്രണ്ടിലത്തെ വൈപ്പർ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് വൈപ്പർ അടിക്കുമ്പോഴത്തേക്കും നമുക്കത് വരുന്ന മഴയുടെ തുള്ളിക്കനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഏറ്റവും താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർമീഡിയൻ്റ് വൈപ്പർ ഇടയ്ക്കിടയ്ക്ക് അതായത് 1 സെക്കൻഡ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കും. ഇത് നമുക്ക് കുറയ്ക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് നേർക്ക് ഇങ്ങനെ പളിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ മിറർ വാഷ് ചെയ്യുന്ന ലിക്വിഡ് വരുന്നുണ്ട്. അത് തന്നെ താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ ബാക്കിലത്തെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് വരും. ഇപ്പം നമ്മൾ വിൻഡ് സ്കിനൊക്കെ നല്ലോണം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇത് പിന്നെ താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാലാണ് ഫ്രണ്ടിലത്തെ വൈപ്പർ വരുന്നത്. അത് നമുക്ക് സാധാ എല്ലാ വണ്ടിയുടെ കൂട്ട് തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും, കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകളെല്ലാം. അതേപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ, അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചാണ്. ഇത് പിന്നെ ബാക്കി വണ്ടികൾക്കെല്ലാം ഉള്ള പോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന
ഒരു നോബാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ വേറൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്, നമുക്കിതിനകത്ത് തന്നെ ഡോറിൽ സെൻസറുണ്ട്. അപ്പം നമ്മളിപ്പം വണ്ടി ഡോർ തുറന്ന് കിടക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാണിക്കും ഡോർ ഓപ്പണിന്. അതിപ്പം ഫ്രണ്ടിലത്തെ 2 ഡോറാണെങ്കിലും ബാക്കിലത്തെ ഡോറാണെങ്കിലും നമുക്ക് അതിനകത്തേക്കൊരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ കാണിക്കും. നമ്മളിപ്പം ഡോർ അടച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. ഇതൊരു വളരെ നല്ല ഫീച്ചറാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വണ്ടിക്കും ഇങ്ങനത്തെ ഫീച്ചർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് കണക്ഷൻ വരുന്നുണ്ട്. വയർഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഓൺ ബട്ടൺ. നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് റേഡിയോ, മീഡിയ, ഫോൺ, ഡ്രൈവിംഗ്, ഇക്കോ, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോയുടെ ഫംഗ്ഷൻ അവിടെ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പോകുന്ന സമയത്ത് തന്നെ മാപ്പൊക്കെ വണ്ടിക്കകത്ത് ഈ സ്ക്രീനകത്ത് കാണാൻ പറ്റും. അതിൽ പാട്ട് പ്ലേ ചെയ്യാം, വീഡിയോസ് പ്ലേ ചെയ്യാം, റേഡിയോ നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതിൻ്റെ പവർ ബട്ടണാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാം. പിന്നെ ഇത് ഹോം ബട്ടണാണ്. ഹോം ബട്ടൺ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് ഈ ഹോം ബട്ടൺ കൊടുത്തേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ എൻ്റെ ക്യാമറ കാണാം. പറഞ്ഞിട്ടില്ല, വണ്ടിയുടെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറയാണ്. അതായത് ഞാൻ ക്യാമറയുടെ പൊസിഷൻ എവിടേക്കാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. 4 ക്യാമറസാണ് മൊത്തം വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറിലൊരു നമ്മുടെ ഗ്രില്ലിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ക്യാമറ വരും. പിന്നെ 2 സൈഡ് വ്യൂ മിററിൻ്റെ താഴെയായിട്ടൊരു ക്യാമറ വരും. പിന്നെ ബാക്കിൽ ഡിക്കിയുടെ അവിടെ ആയിട്ടും ക്യാമറ വരും. അങ്ങനെ മൊത്തം 4 ക്യാമറ വർക്ക് ചെയ്ത് ഇത് 360 ഡിഗ്രി നമുക്കൊരു വ്യൂ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ സെറ്റിങ്സും ഫംഗ്ഷനൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ, ഡിസ്പ്ലേ, ഡിവൈസ്, സിസ്റ്റം എന്നൊക്കെ ഇട്ടേക്കുന്നതാണ്. ഓഡിയോയ്ക്ക് നമുക്ക് വോളിയം കൂട്ടുന്നതും പിന്നെ നമ്മുടെ ഏത് സൈഡിലേക്കാണ് പാട്ട് കൂടുതൽ വേണ്ടത്, ഇപ്പം റൈറ്റ് സൈഡിലേക്കാണ് കൂടുതൽ വേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ വേണ്ടത്, അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൗണ്ടിൻ്റെ ബാസ്, ട്രബിൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ഫംഗ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറൗണ്ട് വ്യൂ മോണിറ്റർ ഉണ്ട്. നെക്സ്റ്റാണ് നമ്മൾ ഡിവൈസ് പറയുന്നത്. ഇവിടെ ഡിവൈസിനകത്ത് നമുക്ക് ഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഫോൺ കണക്ട് ചെയ്തിട്ട് വയർലെസ് ആയിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴിയൊക്കെ പാട്ട് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ വഴിയും പാട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വൈഫൈ ഓപ്ഷൻസിനകത്ത് നമ്മൾ വണ്ടി ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പം അത് സെറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അതിൻ്റെ നമ്മുടെ കൺട്രി ഫ്രീക്വൻസി സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ സിസ്റ്റം കാണിക്കും. നമുക്ക് ഇതിനകത്താണെങ്കിൽ ക്ലോക്സ് ഒക്കെ സെറ്റ് ചെയ്യാം, ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഫാക്ടറി സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അഥവാ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആ ഫാക്ടറി സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എങ്ങനെയാണോ നമ്മുടെ കൈ കിട്ടിയത് ആ ഒരു ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് ഇത് മാറുന്നതാണ്. പിന്നെ സിസ്റ്റം വേർഷൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ സർവീസിന് പോയപ്പോഴത്തേക്കും ഒരു നമ്മുടെ ആദ്യത്തെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ അപ്ഡേറ്റ് സോഫ്റ്റ്വെയറാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കാം. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് നമുക്കിപ്പം സോഴ്സ് എന്ന് പറഞ്ഞ ഇത് വരുന്നുണ്ട്. സോഴ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഞാൻ കാണിച്ച സ്പോട്ടിൽ ഒരു പെൻ ഡ്രൈവ് കുത്തിയിട്ട് നമുക്ക് അതിനകത്ത് പാട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാം. പിന്നെ ഫിലിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാം. പിന്നെ ഈ രണ്ടാമത് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയുടെ ഫംഗ്ഷനാണ്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതാകുമ്പോഴത്തേന് പാട്ട് കുറച്ചുകൂടെയൊക്കെ നല്ല ക്വാളിറ്റിയിലായിരിക്കും പ്ലേ ചെയ്യുന്നത്. പിന്നെ പക്ഷേ അതിനകത്ത് ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ കണ്ടിന്യൂസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. അത് മാക്സിമം അത് കുറച്ച് സമയത്തേക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഉപയോഗിക്കുന്നതല്ല. മാക്സിമം നമ്മൾ ബ്ലൂടൂത്ത് വഴി പാട്ട് പ്ലേ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതാണ് ഫോണിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ ആരെയും വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പറൊക്കെയാണ് ഇതിനകത്ത് ആദ്യം വന്നേക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് ആൻഡ്രോയിഡ് ഓട്ടോയുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിൽ മാപ്സ് കൊടുത്തിട്ടുണ്ട്. മാപ്സ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഓഡിയോ പ്ലെയറാണ് പവർ ആമ്പ് എന്ന് പറയുന്നത്. ടെലഗ്രാം, ഫോണ്, പിന്നെ അതുപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോഡ്കാസ്റ്റ്, മെസ്സേജസ് ഇതിനകത്ത് കാണാം. പിന്നെ നിസാൻ്റെ അവിടെ ഒരു ആപ്പുണ്ട്, കാലണ്ടേഴ്സ്, റിമൈൻഡേഴ്സ്, വാട്സാപ്പിനകത്തൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനകത്ത് കാണിക്കും.
ഈ ആൻഡ്രോയിഡ് ഓട്ടോ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മാപ്സ് തന്നെയാണ്. നമുക്ക് ഓരോ വട്ടവും ഒരു ഇപ്പം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകേണ്ട മാപ്പ് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. ഇപ്പം നമ്മൾ ഓരോ വട്ടം ഫോൺ എടുത്ത് നോക്കി ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേന് ഫോൺ എടുത്ത് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനകത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് മാപ്പ് കാണിക്കുന്നതാണ്. അതൊരു വളരെ നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ളത്. വയർഡ് ആകുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഓരോ വട്ടം ഇത് കുത്താൻ നിൽക്കണം, താഴെ കുത്തി ഫോണിനകത്ത് കുത്തി അത് ലോഡായി ഒരുപാട് സമയമെടുക്കും. ഇതാകുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് മാപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ബേസൊക്കെ ഉണ്ട്, ട്രെബിളുണ്ട്. അപ്പം നമുക്ക് കമ്പനിയുടെ സ്പീക്കറിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ JBLന്റെ സ്പീക്കർ ആണെങ്കിൽ ഇതിനേക്കാളും എഫക്റ്റ് ആയിരിക്കും, അത് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. നമുക്കിൻ്റെ മ്യൂസിക് കൺട്രോൾസും കൂടെ നോക്കാം. ഈ അറ്റത്ത് കാണുന്നതാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. ഇത് നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാവുന്നത്, അതായത് നമുക്ക് പെൻഡ്രൈവിനകത്താണെങ്കിൽ പെൻഡ്രൈവിൽ നിന്ന് ബ്ലൂടൂത്താണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് സോഴ്സ് നമുക്ക് അതിനകത്ത് നോക്കാൻ പറ്റും. ഈ മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് മുകളിലോട്ടും താഴോട്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് സോങ്സ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുവാണ്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ സൗണ്ട് കുറയ്ക്കാം, ഇത് കൂട്ടാനും പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ താഴോട്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് പാട്ടായിരിക്കും വരുന്നത്. അത് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ പ്രീവിയസ് പാട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഓഡിയോ കൺട്രോൾ, അതായത് ഗൂഗിളിൻ്റെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഗൂഗിൾ തന്നെ നമ്മൾ ചോദിക്കും എന്തൊക്കെയാണ് ഉള്ളതെന്ന്, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. പിന്നെ എമർജൻസി ആയിട്ട് മ്യൂട്ട് ബട്ടണാണ് ഏറ്റവും താഴെ കാണുന്നത്. പാട്ട് പോസ് ആകത്തില്ല, നമുക്ക് വോളിയം മ്യൂട്ട് ചെയ്യാം. അതിനൊക്കെ കഴിഞ്ഞാൽ തന്നെ പാട്ട് പ്ലേ ആവുകയും ചെയ്യും. ഇനി വണ്ടിയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടൺസ് ആണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ഫംഗ്ഷനൊക്കെ ഉള്ളത്. ആദ്യമായിട്ട് കാണുന്ന ഈ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് മെനു ഓരോന്ന് സെലക്ട് ചെയ്യാനുള്ളത്. ഇപ്പം ഡീഫോൾട്ടായിട്ട് നമ്മൾ സ്പീഡോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇതിൽ ഒരു വട്ടം ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് ഫ്യൂവൽ എക്കോണമി അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി എത്രത്തോളം ഓടി അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അത് ഒരു വട്ടം കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് മീറ്റേഴ്സാണ് കാണിക്കുന്നത്. അത് ഡ്രൈ കമ്പ്യൂട്ടർ A, ഡ്രൈ കമ്പ്യൂട്ടർ B, അങ്ങനെ 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആ ബട്ടൺ തന്നെ ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ടയർ പ്രഷർ മോണിറ്റർ ഫംഗ്ഷനിലേക്ക് പോകും. അതായത് വണ്ടിക്കകത്ത് തന്നെ ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട്. അപ്പം നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി വെറുതെ ടയറിൻ്റെ പ്രഷർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാറ്റടിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ടയർ പ്രഷർ മോണിറ്റർ. പിന്നീട് ആ ബട്ടൺ തന്നെ നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ക് ഡിമ്മിങ് കൺട്രോൾസ്, അതായത് നമ്മുടെ സ്ക്രീൻ ഡിം ചെയ്യുന്ന ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അത് നമുക്ക് അത്യാവശ്യം ആവശ്യമില്ല, ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഇരുന്നോളും. അത് പിന്നെ ഒന്നുകൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലേക്കുള്ള ഫസ്റ്റ് കാണുന്ന സ്പീഡോമീറ്റർ ഡിസ്പ്ലേയിലേക്ക് പോകും. പിന്നെ ആ ബട്ടൺ തന്നെ തൊട്ട് താഴെയുള്ള ബട്ടൺ വെച്ച് നമ്മൾ ഒരു വട്ടം എടുത്തിട്ട് ബാക്ക് പോകണമെങ്കിൽ ബാക്ക് സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ട്രിപ്പ് മീറ്റേഴ്സ് കാണിക്കുന്നതാണ്. ഇതിപ്പം ഞാൻ നോക്കിയപ്പോൾ ട്രിപ്പ് മീറ്റർ A ആണ് കാണിച്ചേക്കുന്നത്. ഇതിൽ 1622 കിലോമീറ്റർ ഓടിയായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ കിലോമീറ്റേഴ്സ് 2307 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബട്ടൺ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ എക്കോണമി ഇതിനകത്ത് കാണിക്കാൻ പറ്റും. വണ്ടി ഓഫ് ആയിപ്പോൾ ജസ്റ്റ് ഓൺ ആക്കോട്ടെ. വണ്ടി ഓണായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടീനെ എത്ര കിലോമീറ്ററും കൂടെ ഓടും എന്നുള്ള, അതായത് ഫ്യൂവൽ എക്കോണമി കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ പെട്രോൾ അടിച്ച് തീരാറായി, ഇനി 80 കിലോമീറ്ററും കൂടെ ഓടുമെന്നാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ. പിന്നെ ഈ ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടണാണ്. ഞാൻ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയാനുള്ളത്. നമുക്കിനി വണ്ടിയുടെ ബാക്കിലേക്ക് പോകാം. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് പോകാം. ബാക്ക് സീറ്റ് അത്യാവശ്യം വിശാലമാണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം ഹെഡ് റൂമും ഉണ്ട്. നമ്മൾ ബാക്കിലേക്ക് കടക്കുമ്പോഴത്തേന് ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ റിയർ AC വെൻ്റാണ്. നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവർ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു ഡോർ ഹാൻഡിൽ കാണാം. അത് ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും സെയിം തന്നെ. അതിൽ തന്നെ ഒരു പവർ വിൻഡോയുടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലൊരു ബോട്ടിൽ ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലാമ്പ് കാണാം. പിന്നെ 2 സൈഡിലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബാക്കിലത്തെ വിശേഷം. അതുകൂടാണ്ട് നടുക്ക് ഒരു കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം വണ്ടിയുടെ ഈ സീറ്റ് കവർ അടിച്ച കാരണം ആ പോർഷൻ കവേർഡായിട്ട് നിൽക്കുകയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നടുക്കായിട്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് വെക്കാൻ പറ്റും. ഒരു ഫോൺ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കുകയും ചെയ്യാം. ഇത് പക്ഷേ ഈ ഫോൺ ഹോൾഡർ നമ്മൾ അധികം അങ്ങനെ കാണാറില്ല. സോ ഒരു നല്ലൊരു ഫീച്ചറാണത്. വണ്ടിയുടെ ടയർ വന്നിട്ട് 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. ഇത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വീൽസാണ്. ടോപ്പ് എൻഡിനെ ഉള്ള അലോയ് വീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി താഴെയുള്ള വണ്ടികൾക്കൊക്കെ ആകുമ്പം സ്റ്റീൽ വീൽസ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഇത് അതിമനോഹരമായിട്ടുണ്ട് കാണാൻ. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു വലിയ വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീലാർച്ച് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. കാരണം ഇത്രയും വലുപ്പമുള്ള വീലാർച്ച് അധികം വണ്ടികൾക്ക് കാണാനില്ല. പിന്നെ നമ്മുടെ വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് മാത്രമാണ് ആ വീലാർച്ചിൻ്റെ ഒരു വൃത്തികേട് കുറച്ചേരം കുറഞ്ഞു നിൽക്കുന്നത്. കമ്പനി അതും കൂടെ ഒന്ന് ഷേപ്പാക്കി എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വണ്ടിയിൽ അതേപോലെ ഫീച്ചറാണ് കീലെസ് എൻട്രി. നമ്മുടെ താക്കോൽ നമ്മുടെ പോക്കറ്റിൽ ഇട്ടാൽ മതി. ഇവിടെ ഒരു സെൻസർ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിന് വണ്ടി ഓപ്പൺ ആവുന്നതാണ്. വണ്ടിയുടെ മറ്റൊരു ഫീച്ചറാണ് 360 ഡിഗ്രി ക്യാമറ. ഇതിനായിട്ട് അവർ 4 ക്യാമറാസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാമറ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. പിന്നെ 2 ക്യാമറ വണ്ടിയുടെ ഇരുവശങ്ങളിലായി റിയർ വ്യൂ മിററിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ 4ാമത്തെ ക്യാമറ വരുന്നത് നമ്മുടെ ബാക്കിലത്തെ ഡിക്കിയുടെ അടിയിലായിട്ടാണ് വരുന്നത്. മൊത്തം 4 ക്യാമറാസാണ് ഉള്ളത്. 4 ക്യാമറ കാരണം നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട്. അത് പല സാഹചര്യങ്ങളിലും നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വണ്ടിയുടെ ഫീച്ചേഴ്സും എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വണ്ടി പഠിച്ചിട്ട് 2.5 മാസമായി. ഇതിലേക്ക് തോന്നിയിട്ടുള്ള പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വണ്ടിയുടെ പവർ തന്നെയാണ്. കാരണം ടർബോ പെട്രോൾ എൻജിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ വണ്ടി പുള്ളിങ് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് നല്ല പ്രകാശമായതുകൊണ്ട് തന്നെ രാത്രി നല്ല വിസിബിലിറ്റി വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നിത്യോപയോഗത്തിന് എപ്പോഴും ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാമറ ആണ് തന്നെ 360 ക്യാമറ. നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോഴത്തേക്കും വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പോകാനും ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനം കിട്ടുന്നുണ്ട്. വണ്ടിയുടെ വളരെ കുറച്ച് പോരായ്മകളേ ഉള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ആം റെസ്റ്റ് ആണ്. ഇപ്പം എൻ്റെ നീളത്തിനനുസരിച്ച് ഞാൻ കുറച്ചുകൂടെ സീറ്റ് കയറ്റി ഇട്ട് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആം റെസ്റ്റിൻ്റെ തീരെ ഉപയോഗം കിട്ടുന്നില്ല. കാരണം എൻ്റെ ബാക്കിലത്തെ എൽബോയും കഴിഞ്ഞ് ഒരുപാട് ബാക്കിലേക്കാണ് ഈ ആം റെസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് ലിറ്ററലി വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ബാക്കിലേക്ക് സീറ്റ് ഇരിക്കുമ്പോഴത്തേന് ആം റെസ്റ്റ് ഉപകാരപ്പെട്ട് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഫോഗ് ലാമ്പാണ്. അത് തീരെ പ്രകാശമില്ല, വെറുതെ ഒരു പേരിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചിലപ്പം ഹെഡ്ലൈറ്റ് കുറച്ചുകൂടെ പ്രകാശമുള്ളതായതുകൊണ്ടായിരിക്കാം നമ്മുടെ ഫോഗ് ലൈറ്റിൻ്റെ യൂസ് എനിക്ക് വരുന്നേ ഇല്ല. ഞാൻ മിക്കവാറും ഓഫ് ചെയ്യാറാണ്. ഓൺ ചെയ്താലും വലിയ പ്രകാശമായിട്ട് കാണുന്നില്ല. പിന്നെ മൂന്നാമത്തെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതൊരു പോരായ്മയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു 10 ലക്ഷം റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ്.
സൺറൂഫിന്റെ കാര്യമാണ്. കാരണം ഈ ഒരു കോമ്പാക്ട് SUV മോഡലുള്ള എല്ലാ വണ്ടികൾക്കും ഈവൻ ടോപ്പ് എൻഡിലാണെങ്കിൽ തന്നെ നമ്മൾ സൺറൂഫ് കൊടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് വേരിയന്റ് ഒക്കെ തൊട്ട് പല കോമ്പാക്ട് SUVയിലും സൺറൂഫ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഈവൻ നമ്മൾ ടോപ്പ് എൻഡ് വേരിയന്റ് എടുത്താലും സൺറൂഫ് ഇല്ല. അത് സൺറൂഫിന്റെ ഉപയോഗം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ എത്രത്തോളം ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വലിയ പ്രയോജനം ഉണ്ടാകുന്നത് കാരണം നല്ല വെയിലാണ്. എന്നിരുന്നാൽ തന്നെ ആ ഒരു സൺറൂഫ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ വെളിച്ചം കിട്ടും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ടൂറൊക്കെ പോകുന്ന സമയത്ത്, മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സൺറൂഫ് ഉള്ളത് എപ്പോഴും ഒരു നല്ല ഫീച്ചറാണ്. അതെനിക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നി. നമ്മളിപ്പം വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു, ഡിസംബർ 15. ഇപ്പം 2 മാസമായി. അപ്പോൾ ആ സമയത്ത് സർവീസൊക്കെ നല്ല രീതിയിലാണ് ചെയ്തത്. ഞങ്ങൾ ചെയ്തത് കൊല്ലം പിനക്കൽ നിസാനിൻ്റെ സർവീസ് സെൻറ്ററിലാണ്. നമ്മൾ വണ്ടി എടുത്തത് മരക്കാറിൽ നിന്നാണ്, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് കൊല്ലം ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് സർവീസ് കൊടുത്തത്. ഫസ്റ്റ് സർവീസിന് എൻ്റെ ഒരു ഒറ്റ പൈസ പോലും ചിലവായിട്ടില്ല. കാരണം നമ്മൾ ഗോൾഡ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു സർവീസിന്. അപ്പം 5 ഇയേഴ്സിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് അവർ സർവീസ് ചെയ്ത് തരുന്നത്. ഫ്രീ അല്ല, നമ്മൾ ആദ്യം ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കും. അത് ഒരു കൂടിയൊരു എമൗണ്ട് അല്ല, 5 വർഷത്തേക്കൊന്ന് ആലോചിക്കണം. അപ്പം ആദ്യത്തെ 2000 കിലോമീറ്ററിൽ 2 മാസത്തിലാണ് നമ്മൾ സർവീസ് കഴിഞ്ഞത്. സർവീസിനകത്ത് വാഷിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ചെക്കിങ്, ജനറൽ ചെക്കും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്ത് തന്നു. ഏതാണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ സർവീസ് ചെയ്ത് നമുക്ക് വണ്ടി കൈക്കലാക്കി. പിന്നെ അവർ വേറൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. അവർ നമുക്കിപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് വണ്ടി എടുത്തിട്ട് പോയി അവർ സർവീസ് ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടും തരുന്നതാണ്. അവർ എക്സ്ട്രാ പൈസ ഒന്നും അത് വാങ്ങിക്കുന്നില്ല. അപ്പം നമുക്ക് നിസാന്റെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു സമീപനമാണ് ഉണ്ടായിരുന്നത്. സർവീസിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ വണ്ടി സർവീസ് ചെയ്തപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ജനറൽ ചെക്കപ്പും ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെ 2 മാസത്തെ എൻ്റെ യൂസിന് വണ്ടി എനിക്ക് വളരെ വർത്തായിട്ട് തോന്നി. നല്ലൊരു വണ്ടിയാണ്, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ ബാക്കി ഈ സെഗ്മെന്റിലുള്ള കോമ്പാക്ട് SUV എല്ലാം ഓടിച്ചു നോക്കിയതാണ്. അതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് തോന്നിയിട്ടുള്ള വണ്ടി എനിക്ക് മാഗ്നൈറ്റ് തന്നെയാണ്. ആദ്യം വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇതേ കണക്ക് തന്നെ വണ്ടി ഇറങ്ങിയ സമയം ആയതുകൊണ്ട് നമുക്ക് ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് ആദ്യം തന്നെ എടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊരു 6 months 7 months വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ തുടക്കമുള്ള ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ നോക്കിയാണ്. എല്ലാവരും വളരെ നല്ലൊരു അഭിപ്രായമാണ് വണ്ടിയെ പറ്റി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി വാങ്ങിച്ചത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ പഴയ വണ്ടി. ഫോർഡ് ഐക്കണാണ്, 2006 മോഡല്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് 10-16 വർഷമായി ഞങ്ങളൊരു വണ്ടി മാറ്റി വാങ്ങിച്ചിട്ട്. ഈ വണ്ടി ഇപ്പോഴും കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സർവീസ് ചാർജ് മാത്രം കുറച്ച് കൂടുതലാണ്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പം ഈ 16 വർഷം കഴിഞ്ഞ് നമുക്ക് വാങ്ങിച്ചൊരു വണ്ടി എന്ന നിലയ്ക്ക് എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ അത്യാവശ്യം യാത്രകളിലെല്ലാം ഈ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ബൈക്കും ഉണ്ട്, എന്നാൽ തന്നെ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഓവറോൾ നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിസാൻ മാഗ്നൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഇതിലൂടെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞങ്ങളോട് പറയുക. അപ്പം വേറെ വീഡിയോ ആയിട്ട് കാണാം. ശരി.